ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എന്ത് ഞാൻ പറഞ്ഞാൽ ഗ്ലിച്ച് വീഡിയോസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് ഓക്കെ. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ പേര് ഗ്ലിച്ച് ക്യാം എന്നാണ്. ഓക്കെ, ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ട് സെറ്റിങ്സ് ആയിട്ട് എഡിറ്റ് റെക്കോർഡ് എന്നാണ്. റെക്കോർഡിങ്ങിൽ നമുക്ക് ആക്കാൻ പറ്റും, അതേപോലെ എഡിറ്റ് ചെയ്ത് നമുക്ക് ഗാലറിയിലോട്ട് നേരെ പറ്റും. ഓക്കെ, ഗാലറിയിൽ നിങ്ങൾക്ക് ഏതാ വീഡിയോസ് വേണ്ട വെച്ചാൽ ആ വീഡിയോസ് സെലക്ട് ചെയ്യുക. ഗ്ലിച്ച് ചെയ്യേണ്ട വീഡിയോ ഞാനിപ്പോൾ ഇവിടെ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ താഴെയായിട്ട് കുറച്ച് ഫിൽറ്റേഴ്സൊക്കെ കാണാൻ ഗ്ലിച്ചിങ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമുക്ക് വീഡിയോ പ്ലേ ചെയ്തുകൊണ്ട് നമുക്ക് പ്രോ ഗ്ലിച്ച് മാത്രം നമുക്ക് സപ്പോർട്ടായിട്ട് കിട്ടില്ല. അത് വേറെ പൈസ കൊടുക്കണം. അത് അല്ലാത്ത ഒരുപാട് വേറെ ലെവൽ ഗ്ലിച്ചൊക്കെ ഉണ്ട്. നമുക്ക് ആ വീഡിയോൻ്റെ ഏതാ പാട്ടിൻ്റെ താളത്തിന് നമുക്ക് നൈസായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, ഞാനിതിൽ നല്ല എഡിറ്റിങ്ങൊന്നും ചെയ്യുന്നില്ല. ആവുന്ന പോലെ ഞാൻ ചെയ്യുന്നുണ്ട്. ആ ഒരു പാട്ടിൻ്റെ ട്യൂണിനനുസരിച്ച് നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഗ്ലിച്ചിൽ മാത്രം പ്രസ് ചെയ്തുകൊണ്ട് ആ വീഡിയോ ഫുള്ള് നമുക്ക് ഇങ്ങനെ ആക്കുകയും ചെയ്യാം. അത് വെച്ചാൽ ആ ഒരു ഗ്ലിച്ച് മാത്രമേ ഉണ്ടാവും. നമുക്ക് വാട്സപ്പ് സ്റ്റാറ്റസൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ എഡിറ്റിംഗ് ഒക്കെ ഏകദേശം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ, അതായത് വലത്തോട്ട് ഇടത്തോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഒരുപാട് ഗ്ലിച്ച് ആയിട്ട് നമുക്ക് ഓരോ ഫിൽറ്റേഴ്സൊക്കെ ഒരുപാട് കാണാൻ പറ്റും. അല്ലാണ്ട് നമുക്ക് വീഡിയോ അല്ലാണ്ട് തന്നെ ഫിൽറ്റർ ചെയ്യാൻ പറ്റും. ഒരുപാട് ഓപ്ഷൻ ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കിതിൽ മ്യൂസിക് ആഡ് ചെയ്യാൻ വേണ്ടി വലത്ത് ഭാഗത്ത് മ്യൂസിക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട മ്യൂസിക്കിൽ ഇമ്പോർട്ട് പോയിട്ട് നിങ്ങൾക്ക് നേരെ ഫോണിൻ്റെ ഫയലിലേക്ക് പോയി ഫയലിലേക്ക് പോയതിനു ശേഷം നമുക്ക് ഏതാ സോങ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നൈസായിട്ട് പോയി സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ സോങ് സെലക്ട് ചെയ്ത് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കിട്ടും. അതിന് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള സൗണ്ട് ബാർ ഫുള്ളായിട്ട് കൂട്ടി കൊടുക്കുക. പിന്നെ സോങ് ട്യൂൺ ചെയ്യണമെങ്കിൽ ട്യൂൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മളെ പണിയൊക്കെ പൂർത്തി സെറ്റാകുന്നുണ്ട്. ഇനി നമുക്ക് എന്താ വെച്ചാൽ സേവ് ചെയ്യാൻ നമുക്ക് റൈറ്റ് സൈഡിൽ മേലായിട്ട് സേവ് എന്ന ഓപ്ഷനുള്ള അതിന് അനുസരിച്ച് സേവ് ചെയ്യും. അപ്പോൾ ലോഡായി വരും. ഓക്കെ, വീഡിയോ ഞാൻ കുറച്ച് സ്കിപ്പാക്കിയിട്ടുണ്ട്, അതാണ് വേഗമായിട്ട് തോന്നി. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് നേരിട്ട് നമുക്ക് ഫോണിലേക്ക് സ്റ്റോറേജിലേക്ക് ആക്കാനും പറ്റും. അതുപോലെ തന്നെ മീഡിയയിലൊക്കെ ഇത് ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ് ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഷെയർ ചെയ്യാനും പറ്റും. ഓക്കെ, നമ്മൾ എഡിറ്റ് ചെയ്ത ആ ഒരു വീഡിയോ ഞാൻ പെണ്ണിന് സിമ്പതി കാട്ടി ഓൻ, അവളതിൽ മൗനം ഓതി ഹൈ, മറുപടി ശൂന്യം നീട്ടിയോൾ, അവനതിൽ ഖേദം കാട്ടിയില്ലേ, ഇവരിത് കാട്ടും നേരം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ല ഡിസ്ലൈക്ക് ചെയ്തോ. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണം. എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ നൈസായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റെഡ് കളറിലാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. ബൈ ബൈ ഗൈസ്.